അച്ഛൻ്റെ അനുഭവം മോശമായിരുന്നു. അച്ഛൻ്റെ പേഴ്സണൽ സ്റ്റാഫിലെടുത്ത് എല്ലാവരും വേറെ പാർട്ടിയിലാണ്. പിന്നെ അച്ഛനെ അനുഭവം നമ്മൾ എടുക്കണ്ടേ? അച്ഛൻ്റെ അനുഭവം വലിയ അനുഭവമില്ല. അച്ഛൻ്റെ പാർട്ടിയിലുള്ള ഒരാളെ പണ്ട് അച്ഛൻ പേഴ്സണൽ സ്റ്റാഫിലെടുത്തു. അത് കഴിഞ്ഞ് അയാൾ ഓർത്തഡോക്സ് സഭയ്ക്ക് അടൂര് കോളേജ് തുടങ്ങിയപ്പം മാർത്തമ്മക്കാരനായ അദ്ദേഹത്തിന് ഓർത്തഡോക്സ് സഭയിൽ തിരുമേനിയോട് പറഞ്ഞ് ജോലി വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ ജോലി വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം അദ്ദേഹം ഈ കേരള കോൺഗ്രസ് പി എന്ന പാർട്ടിയോട് പുച്ഛാണ്. അദ്ദേഹം ജോസഫിൻ്റെ കൂടെ ചേർന്നു, മാണി സാറിൻ്റെ കൂടെ ചേർന്നു, ജോസഫ് സാറിൻ്റെ കൂടെ ചേർന്നു, ജേക്കബ് സാറിൻ്റെ കൂടെ ചേർന്നു. ജീവിതം കരിപ്പിടിപ്പിച്ച ആള് ആരാ? എൻ്റെ അച്ഛൻ. അയാൾ നാട്ടുകാർക്ക് പറയാൻ പറ്റുമോ? കൊട്ടാരക്കര നാട്ടിൽ നിന്നിട്ട് മാണി സാറാ എനിക്ക് ജോലി വാങ്ങിച്ചതെന്ന് പറയാൻ പറ്റത്തില്ല. ജോസഫ് സാറുമായി പറ്റത്തില്ല. കാരണം ഓർത്തഡോക്സ് സഭയുമായി ഏറ്റവും വലിയ ബന്ധമുണ്ടായിരുന്ന അച്ഛൻ സഭയുടെ ആളിനാണ് സാറിന് അവർ ജോലി കൊടുക്കുന്നത്. മാർത്തമ സഭക്കാരനായ ഇദ്ദേഹത്തിന് ആ കോളേജ് തുടങ്ങിയപ്പോൾ അടൂർ കോളേജ് തുടങ്ങിയപ്പോൾ ബിഷപ്പിനോട് പറഞ്ഞ് ജോലി വാങ്ങിച്ചു കൊടുക്കും. ഇന്ന് പോലെ ഇന്ന് വരെ. അതുകൊണ്ടാണ് പേഴ്സണൽ സ്റ്റാഫിന്റെ കാര്യത്തിൽ അവതാരങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു അവതാരം ഉണ്ടാവില്ല. എനിക്കറിയാമല്ലോ, ഞാൻ പഠിച്ചല്ലോ ജീവിതത്തിൽ. 2014 കണ്ട ഗണേഷ് കുമാർ അല്ല 2023. ഞാൻ എൻ്റെ ജീവിതം ഒരുപാട് പഠിച്ചു. ആരുണ്ട് ആരില്ല എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ആ സാധാരണക്കാരായ ജനങ്ങൾ മാത്രമേ ഉള്ളൂ. അവരോടെയുള്ളൂ പ്രതിബദ്ധത. ആരും വരണ്ട, ഒരു അവതാരങ്ങളും വേണ്ട. മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് വളരെ ശരിയാണ്. അവതാരങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. വേണ്ട. എൻ്റെ ഫോണിലേക്ക് കഴിഞ്ഞ 10 വർഷമായി വിളിക്കാത്ത ആരുടെയും ഫോൺ ഞാൻ എടുക്കാറില്ല.